ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 7 റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ലാലേട്ടൻ വന്ന എപ്പിസോഡിൻ്റെ ഇന്ന് ലാലേട്ടൻ വന്നിട്ട് കുറേ കാർഡുകൾ വലിച്ചു കീറുന്നതാണല്ലേ നമ്മൾ കണ്ടത്. ഫസ്റ്റ് തന്നെ കീറിയത് ഏതാണെന്ന് വെച്ചാൽ കോമണർ കാർഡാണ് ഫസ്റ്റ് തന്നെ കീറിയിരിക്കുന്നത്. അതിനുശേഷം പെങ്ങളൂട്ടി കാർഡ്, അങ്ങനെ ഓരോരോ കാർഡുകൾ കീറി ഓരോരോ കള്ളങ്ങൾ പൊളിച്ചടക്കുക. അതൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് ഉണ്ടായ കാര്യങ്ങൾ. ഇപ്പോൾ 5 വർഷം ലീവ് എടുത്തിട്ട് ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ച് വന്ന ആളാണെന്നാണ് നമ്മൾക്ക് ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞത് അനീഷിനെ കുറിച്ചിട്ട്. അപ്പോൾ അതൊന്നുമല്ല എന്ന് അനീഷിൻ്റെ വായ കൊണ്ട് തന്നെ പറയാനുള്ള ഇത് വരുത്തിയതാണ് നമ്മൾ ഇന്നലെ കണ്ടത് എപ്പിസോഡുകളിൽ. സോ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പെങ്ങളൂട്ടി കാർഡ് അത് അവിടെ ഒരുപാടായി കളിക്കുന്നുണ്ട്. ഞാനും ആഗ്രഹിച്ചു ആ കാർഡ് ഒന്ന് പൊളിച്ചു കൊടുത്തിരുന്നെങ്കിൽ, അവരുടെ ഒരു ഗെയിം കണ്ടിരുന്നെങ്കിൽ എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിനെതിരെ കളിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു ഗ്രൂപ്പാണ് ഇത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ ഗ്രൂപ്പൊക്കെ പൊളിഞ്ഞു പോയി. ഇപ്പോൾ ഇവരായിരിക്കണം വലിയൊരു ഗ്രൂപ്പ്. ഇവർ തീരുമാനിച്ച പോലെ കാര്യങ്ങൾ അവിടെ നടക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. സോ അതെല്ലാം ഇന്നലെ കീറുന്നതാണ് കണ്ടത്. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ആദില നൂറനോട് പറയുന്നുണ്ട്, ഇനി മുതൽ ഞാൻ പെങ്ങൾ ആങ്ങള ആ ഒരു ഇത് എടുക്കുന്നില്ല, ഞാൻ എൻ്റെ ഗെയിം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോ അനുമോളുടെ അടുത്ത് ഉള്ള എൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ അതെനിക്കൊരു ബേർഡനായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഷാനവാസ് ഖാൻ്റെ അടുത്തുള്ള ആ ഒരു കാര്യങ്ങൾ എനിക്ക് കുറച്ച് ബേർഡനായി വരുന്നുണ്ട്. കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റാത്ത പോലെ വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് അടി കിട്ടിയാലും ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. അതേസമയം എനിക്കല്ല, ലക്ഷ്മിക്കാണ് ഷാനവാസിക്ക് ഒരു അടി കൊടുത്തെങ്കിൽ ഞാൻ തീർച്ചയായും അവിടെ നിന്ന് സംസാരിച്ചേനെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിച്ചത്. അപ്പം നമുക്ക് കാണേണ്ടി വരും അടുത്ത ആഴ്ച ഗെയിം മാറുമോ, ആദിലയുടെ ആ ഒരു പെങ്ങളൂട്ടി എന്നുള്ള ആങ്ങള പെങ്ങളെ എന്നുള്ള ഒരു ഇത് മാറുമെന്ന് അടുത്ത ആഴ്ച നമുക്ക് കാണേണ്ടി വരും. അപ്പം നമുക്ക് എന്തായാലും എപ്പിസോഡിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ലാലേട്ടൻ വന്നു, എന്നിട്ട് ആ ഉമ്മാനെ പരിചയപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണ എല്ലാവർക്കും അറിയാം ആ ഉമ്മാനെയും ആ മോനെയും. അർജിക്ക എന്നുള്ള അക്കൗണ്ടിൽ വരുന്ന ഉമ്മയും മോനും. സോ അവരെ അറിയാത്തവരായിട്ട് ഇപ്പോൾ കൂടുതൽ ആരും ഉണ്ടാവില്ല. ബിഗ് ബോസിൻ്റെ ഫാൻ ആണെങ്കിൽ തീർച്ചയായും അവരെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരെ കാണിക്കുന്നതും അവരോട് ലാലേട്ടൻ സംസാരിക്കുന്നതും അവരുടെ പ്രേക്ഷകരോട് നന്ദി പറയുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ ഹൗസ്മേറ്റ്സിനെ കാണാൻ പോകുന്നുണ്ട്. ഹൗസ്മേറ്റ്സിനെ കാണാൻ പോയിട്ടും ലാലേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ കാണാൻ ഒരു ഉമ്മയും മോനും ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഗെയിംസ് കണ്ടിട്ട് നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളെ ശരിയാക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ കാണിച്ചു കൊടുക്കുന്നതൊക്കെയാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തതായി പറയുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന പ്രധാന സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടല്ലോ, ഇപ്രാവശ്യം നിങ്ങളും കൂടെ ഇരുന്നും കണ്ടോ, അല്ലെങ്കിൽ നമുക്ക് മാത്രം കാണിച്ചില്ല, അവർക്ക് കാണിച്ച് കൊടുക്കാറില്ല. അപ്പോൾ ഇപ്രാവശ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളും കൂടെ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അവർ കഴിഞ്ഞ ആഴ്ച എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടിയത് ആ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് കണ്ടത്. അതിനുശേഷം പിന്നെ ലാലേട്ടൻ എന്താണ് PR, അനുമോൾ പറയൂ എന്നാണ് ചോദിക്കുന്നത്. എത്ര രൂപ PR കൊടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ PRനെ കുറിച്ച് ആരൊക്കെ PR കൊടുത്തു, എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവരുടെ വായിൽ നിന്ന് തന്നെ പറയുന്നതായിട്ട് കാണിച്ചതാണ് പറയുന്നത്. എല്ലാവരോടും ചോദിക്കുന്നുണ്ട് PR കൊടുത്തിട്ടുണ്ടോയെന്ന്. അപ്പം അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്നുണ്ട് ആ PR കൊടുത്തിട്ട്. അക്ബറൊക്കെ എണീച്ചിട്ട് പറയുന്നത് ചെറിയ രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട് ലാലേട്ട. ആര്യനോട് ചോദിച്ചപ്പോഴും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമും മറ്റു സോഷ്യൽ മീഡിയാസും ഇത് ചെയ്യാൻ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡെയിലി വരുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ അക്കൗണ്ടിൽ ഇടണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സബ്മൻ പറയുന്നുണ്ട് ഞാൻ PRനെ വെച്ചിട്ടില്ല. സോ PRനെ വെച്ചിട്ടും കാര്യമില്ല, കാരണം ഉള്ളിൽ നമ്മൾ ഗെയിം കളിച്ചാലേ അവർക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഗെയിം കളിക്കാതെ ഇരുന്നിട്ട് PR മാത്രം കൊണ്ട് ജയിക്കുകയൊന്നുമില്ല. അത് തന്നെയാണ് ലാലേട്ടനും പറഞ്ഞത്. നിങ്ങൾ PRനെ വെച്ച് ഇത്ര കാശൊക്കെ മുടക്കി പുറത്തു പോയി PRനെ വെച്ചാലും നിങ്ങൾ ഇതിനുള്ളിൽ എന്തെങ്കിലും ചെയ്താലല്ലേ അവർക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻ്റലിജൻ്റ് ആയിട്ട് കളിച്ചാലല്ലേ അവരെടുത്തിട്ട് അത് ഇതാക്കാനൊക്കെ പറ്റുള്ളൂ. സോ നിങ്ങളുടെ ഗെയിമും കൂടെ ഇവിടെ വേണം. അല്ലാണ്ട് പൈസ കൊടുത്തിട്ട് PRന് വെച്ചു അതുകൊണ്ട് ഒരാൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഏതൊരു സീസണിലും അങ്ങനെ ഒരു ജയം ഉണ്ടായിട്ടില്ല. നിങ്ങൾ അകത്ത് അതിനനുസരിച്ചിട്ട് കളിച്ചാലാണ് പുറത്ത് അവർക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറയണം. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ PR എന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത ആളുണ്ട്, എന്താണ് പറയാനുള്ളത്? അനീഷ് കേട്ടിട്ടില്ലേ ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്ര ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, ഇവരൊക്കെ പറയണ കേട്ടപ്പോഴാണ് ഇപ്പം മനസ്സിലായത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ 5 വർഷം ലീവ് എടുത്തിട്ട് ഈ ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ച ആൾക്ക് എന്താ ഈ PR എന്നുള്ള വാക്ക് കേട്ടിട്ടുമില്ല ഇതാക്കിയിട്ടുമില്ല എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല ലാലേട്ട. അപ്പോൾ അനീഷനെ പറയുന്നത്, ഞാൻ 5 വർഷം ലീവ് എടുത്ത് പക്ഷെ അതിൽ 2 വർഷമേ ആയിട്ടുള്ളൂ, ഇനി ബാക്കി 3 വർഷമുണ്ട്. അത് എഴുത്തിൻ്റെ കാര്യങ്ങളായിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കയറാനും അങ്ങനെയൊക്കെയായിരുന്നു. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് 5 വർഷം ലീവ് ആയിട്ടില്ല, ഇനി 3 വർഷം ബാക്കിയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ
പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അനീഷ് പറഞ്ഞതിനോട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഇല്ല ലാലേട്ട, ശുദ്ധ കള്ളത്തരമാണ് ഇയാൾ പറയണത്. ഇത്ര നാൾ പറഞ്ഞിരുന്നത് ഞാനിവിടെ ജീവിക്കണേ, എനിക്കൊരു സ്ക്രീൻ സ്പേസ് വേണ്ട എന്നൊക്കെ പറഞ്ഞ ആള് ഇന്നലെ പറയണേ നിവിൻ ഒന്ന് മാറി നിൽക്ക്, ആ ക്യാമറ എന്നെയും കൂടെ കാണട്ടെ എന്ന് പറയണ. അപ്പം തന്നെ ഇയാളുടെ കള്ളത്തരം പകുതി പൊളിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ അക്ബറും ഷാനവാസും എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസിനോട് പറയേണ്ട എല്ലാവർക്കും പോസിബിളാണ് ഈ കാര്യങ്ങൾ, നിങ്ങളെ ഞാൻ പിന്നെ പിടിച്ചോളാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദില, നൂറ, നിങ്ങൾക്ക് എന്താണ് PR ഉണ്ടെന്നോ കൊളാബറേഷൻ ഉണ്ടെന്നോ എന്നൊക്കെ പറയുന്ന കേട്ടു. നല്ലൊരു വാക്കല്ലേ കൊളാബറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അനീഷിനോട്. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലെന്താണ് തെറ്റ്, അതെല്ലാവരും ചെയ്തിട്ട് വരുന്നതല്ലേ, ഇപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ. അപ്പം അനീഷ് എടുത്ത ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാനെല്ലാം കാശ് കൊടുത്തിട്ടാണ് ലാലേട്ട എടുത്തെന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ആണോ, അപ്പം നിങ്ങളുടെ കയ്യിൽ കാശുള്ളവരെ നിങ്ങൾ ഫുൾ ക്യാഷ് കൊടുത്തെല്ലാം എടുത്ത്, അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലായിരിക്കും, അതുകൊണ്ട് അവർ കൊളാബറേഷനിൽ എടുത്ത്, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആദിലനോട് ലാലേട്ടൻ പറയുന്നുണ്ട്, സഭ്യമായ ഭാഷ ഉപയോഗിക്കണം, മറുപടി പറയുകയാണെങ്കിലും അവർ പറഞ്ഞിട്ടാണ് നിങ്ങൾ മറുപടി പറയുന്നതെങ്കിലും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള സംസാരങ്ങളും മാന്യമായ രീതിയിലുള്ള സംസാരങ്ങളും സഭ്യമായ ഭാഷയാണ്, അതാണ് നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടത് എന്നൊക്കെ ആദിലനോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഉമ്മാനെ വിളിക്കുന്നുണ്ട്, ആ ഉമ്മാനോട് ചോദിക്കുന്നുണ്ട്, ആർക്കൊക്കെ ഉമ്മ പെരിയാർ എന്നാണ് പറയുന്നത്, ആർക്കൊക്കെ ഉണ്ട് പെരിയാർ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ട് പെരിയാർ, എനിക്കും പെരിയാറിനെ കുറിച്ച് അധികമൊന്നും അറിയില്ല, പക്ഷെ എല്ലാവർക്കും ഉണ്ട് പെരിയാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അനീഷ് പറയുന്നത്, അനീഷിന് പെരിയാറിനെ കുറിച്ച് അറിയത്തേ ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. പറഞ്ഞാൽ അനീഷ് നോണ പറയണേ, എല്ലാ കാര്യങ്ങളും അനീഷിനെ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അക്ബറും പറയുന്നുണ്ട്, ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയണം അനീഷേട്ടൻ, എന്താ PR-നെ കുറിച്ചിട്ട് അറിയില്ലേ എന്നൊക്കെ അക്ബറും നേരത്തെ പറഞ്ഞായിരുന്നു. എന്നിട്ട് പിന്നെ എങ്ങനെയുണ്ട് ഇവരിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നൊക്കെ ഉമ്മാനോട് പറയുമ്പോൾ ആര്യൻ്റെ ഗെയിം ഈ ഒരാഴ്ചയായിട്ട് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. ഷാനവാസാണ് ആദ്യം കളിച്ച ഗെയിമൊക്കെ നന്നായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ഗെയിം വളരെ മോശമായി വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ലാലേട്ടൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉമ്മ കൂടുതൽ ഹിൻഡ് അവർക്ക് കൊടുത്താലോ എന്നുള്ള വിചാരിച്ചിട്ടാണ് തോന്നുന്നു ലാലേട്ടൻ പെട്ടെന്ന് അവിടെ സ്റ്റോപ്പാക്കി, ശരി ഉമ്മ എന്ന് പറഞ്ഞിട്ട്. അതിന് ശേഷം ബ്രേക്കിനാണ് ലാലേട്ടൻ പോയത്. അപ്പോൾ ബ്രേക്കിന് പോയതിനു ശേഷം ഇവിടെ ലക്ഷ്മിയും ഷാനവാസും ഇരുന്ന് ഷാനവാസിനോട് ലക്ഷ്മി പറയാണ്, സ്ത്രീകളോട് നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ അത് ശരിയാക്കണമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, നിങ്ങളൊരു ക്യാരക്ടർ പിടിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ പറയുന്നു എൻ്റെ ഇവിടെയുള്ള ക്യാരക്ടർ ഇങ്ങനെയാണ്, പുറത്തു പോയാൽ ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കും, എടി പൊടി എന്നൊന്നും വിളിക്കില്ല, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഒരു ക്യാരക്ടർ പിടിച്ച് നിൽക്കുന്നത്, എന്തിനാണ് ഇങ്ങനത്തെ നാടകം. ശരിയാണ്, ഷാനവാസ് എന്തിനാണ് ഞാനായിട്ട് നിൽക്കുക എന്നല്ലേ, അല്ലാതെ ഇപ്പോൾ ഒരു ഷാനവാസിൻ്റെ പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. സോ എനിക്ക് തോന്നാറുണ്ട്, നിങ്ങൾക്ക് തോന്നാറുണ്ടോ എന്നറിയില്ല, കുറേയൊക്കെ അഭിനയമാണ്. ഈ മീശ പിടിക്കൽ, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോയിന്റ് ചൂണ്ടിക്കാണിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന ഒരു ഡ്രാമാറ്റിക് ഫീലിലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഷാനവാസിൻ്റെ കാര്യത്തിൽ. സോ ലക്ഷ്മിയുടെ പല കാര്യങ്ങളോടും ഞാൻ യോജിക്കില്ല, പക്ഷേ ഈ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. ശരിയാണ്, ഷാനവാസ് ചെയ്യുന്നത് കുറേ നാടകങ്ങൾ ചെയ്യണ പോലെ, അതിപ്പോൾ ഷാനവാസ് ആയാലും അനീഷ ആയാലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓർഗാനിക്കായി വരാതെ വേണം, ഇവിടെ ഒരു കണ്ടന്റ് വേണം, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഇങ്ങനെ നിൽക്കണം, ഇത് പുറത്തേക്ക് ഇങ്ങനെ പോവണം എന്നുള്ള രീതിയിലൊക്കെ പറയണ പോലെ തോന്നിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇവർ രണ്ടുപേരും തോന്നും, മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്, പക്ഷേ കുറേം കൂടെ കണ്ട് നമുക്ക് ഇവരെന്തെങ്ങനെ ചെയ്യുന്നത് കുറച്ച് ഡ്രാമാറ്റിക് ഫീൽ അല്ലേ എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ട് ഇവർ രണ്ടുപേരുടെ കാര്യങ്ങൾ. പക്ഷെ ഇവർ വിചാരിക്കുന്നത് ഇവർ ഭയങ്കര ഹീറോ ആ ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ്, ഫയർ ഹീറോ ഒക്കെ ആയിട്ട്. എന്താ പറയുക, ഷാനവാസൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു ഫയറാണ്, ഭയങ്കര ആക്ഷൻ ഹീറോ പോലെയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അയ്യോ ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഉള്ള കാര്യം പറഞ്ഞിട്ട് മിണ്ടാതിരുന്നൂടെ, എക്സ്ട്രാ ആക്ഷൻസ് ഒക്കെ എന്തിനാണ് കാണിക്കണേ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ അതിനുശേഷം ലാലേട്ടൻ വന്നു, ബ്രേക്കിന് ശേഷം വന്നതിന് ശേഷം പിന്നെ മാരത്തോൺ ടാസ്കിനെ കുറിച്ചിട്ടാണ്, ഡാൻസ് മാരത്തോൺ ആ ടാസ്കിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആര്യനോട് ഫസ്റ്റ് തന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു ആര്യൻ, ടാസ്ക് ഒക്കെ നന്നായി ചെയ്യാൻ പറ്റിയോ, ഒരു ലേഡി ക്യാരക്ടർ എടുത്ത് ഒരു ബോയ് ലേഡി ക്യാരക്ടർ എടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ ആര്യന് ആ സിനിമ കണ്ടിട്ട് ഫ്രീ ആയി കളിക്കാൻ പറ്റുന്നുണ്ടോ, ആദ്യത്തെ പോലെ ഒരു ഇതൊന്നും ഇല്ലല്ലോ, ഫ്രീ ആയി കുറച്ച് ഫ്രീ ആയ പോലെയല്ലേ ഫ്രീ ആയി കളിക്കാൻ ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ചോദിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം തന്നെ ആര്യൻ ചിരിക്കുന്നുണ്ട്, അതുപോലെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, അതുപോലെ അനീഷിനോടും ചോദിക്കുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട്, ലാലേട്ട എനിക്ക് ആക്ടിംഗ് ഒന്നും അറിയില്ലെങ്കിലും ഞാൻ എൻ്റെ പരമാവധി എഫേർട്ട് അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ആക്ടിങ് അറിയില്ല എന്ന് പറഞ്ഞത് വലിയ കാര്യമൊന്നുമല്ലല്ലോ, അനീഷ് റീലൊക്കെ ചെയ്യാറുള്ള ആളാണോ ചോദിച്ചു. അതിനെയാണ് റീലൊക്കെ ചെയ്യണം, പിന്നെന്താ അതും ഒരു തരം ആക്ടിങ് അല്ലേ, ആക്ടിങ് എന്ന് പറഞ്ഞതൊരു മോശമായ കാര്യമൊന്നും അല്ലല്ലോ
എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം ആദില നൂറിനോടാണ് നിങ്ങളും ഷാനവാസും കൂടെ എന്താണ് ഒരു ചർച്ച ഉണ്ടായിരുന്നല്ലോ, ഒരാൾക്ക് സ്ക്രീൻ സ്പേസ് ഇനി കൊടുക്കരുത് എന്നുള്ള രീതിയിലൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അവർ എണീസ് നിന്നിട്ട് ആയിരിക്കാം എന്താന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അക്ബറിനല്ലേ, അത് അക്ബർ ഞങ്ങളെ ഒരുപാട് ദ്രോഹിക്കുകയാണ്, അക്ബർ അങ്ങനെ ഒരു ഗ്രൂപ്പായി ദ്രോഹിച്ചു, ഇപ്പോൾ ഗ്രൂപ്പുകാരൊക്കെ പുറത്തു പോയപ്പോൾ ഇപ്പോൾ ഞങ്ങളോട് കണക്റ്റ് ആവാൻ വരികയാണ്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു അവൻ കണക്റ്റ് ആവാൻ വരുന്നുണ്ട്, കണക്റ്റ് ആവണ്ട, നിങ്ങൾ അത്രയും ദ്രോഹിച്ചതാണ് എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പം എന്താണ് ദ്രോഹിച്ചത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പം അക്ബർ പറയുന്നുണ്ട് എല്ലാവർക്കും ഒരേ മൈൻഡ് സെറ്റ് അല്ലല്ലോ ലാലേട്ട, അപ്പം എൻ്റെ മൈൻഡ് സെറ്റ് ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ, അത് അവർക്ക് അങ്ങനെ തോന്നുന്നതാണ്, തെറ്റുകൾ തിരുത്താനും അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതാണ്, അല്ലാതെ അവരെ ഉപദ്രവിക്കാനുള്ളതൊന്നും അല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നിവീനോടാണ് ചോദിക്കുന്നത് എങ്ങനെ പെർഫോം ചെയ്തു, പിന്നെ രണ്ടാമത്തെ ദിവസം സൈക്കിൾ ചവിട്ടുന്ന ടാസ്കിൽ പാത്രം ഒരുപാട് കഴുകാനുണ്ടായിരുന്നു, കഴുകിയ പാത്രം അതായത് അനുമോൾക്ക് പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കഴുകിയ പാത്രങ്ങൾ തന്നെ വീണ്ടും എടുത്ത് കെടുക്കണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിനെക്കുറിച്ചൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ലാലേട്ട കുറച്ച് അവളെ കാണുമ്പോൾ എനിക്ക് കുറച്ച് പണി കൊടുക്കണം തോന്നുന്നു, അതുകൊണ്ടാണ്. അപ്പം അനുമോളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അനുമോളെ ഇവർ നിന്നെ എങ്ങനെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അത് ചിലപ്പോൾ സ്നേഹം കൂടുതലും കൊണ്ടായിരിക്കും ലാലേട്ട എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നതാണ് ലാലേട്ടൻ ബ്രേക്കിന് പോയപ്പോൾ നൂറയും അനീഷും കൂടെ അനീഷിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയി പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ലാലേട്ടൻ വന്ന് പൊളിച്ച് തന്നിട്ട് പോയത്, നിങ്ങൾ എന്തിനാണ് നുണ പറയണത് എന്നൊക്കെ ചോദിച്ചു. അതെന്താന്ന് വെച്ചാൽ അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതെന്താന്ന് വെച്ചാൽ അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 3 ദിവസം മുന്നാണ് കോള് വന്നത് ബിഗ് ബോസിലേക്ക് എൻ്റർ ചെയ്യാനുള്ളതെന്ന്, അത് നുണയാണെന്നും 12 ദിവസം മുമ്പേ കോള് പോയിട്ടുണ്ടായിരുന്നെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല ലാലേട്ടൻ എന്നൊക്കെ അനീഷ് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് നുണ പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ തെളിവുകൾ എടുത്ത് കാണിക്കും എന്നൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതവിടെ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് പിന്നെ ആ കാര്യത്തിൽ എനിക്കിവിടെ നുണ പറയേണ്ടി വന്നു എന്ന് അനീഷ് നൂറയോട് അപ്പം പറയേണ്ടത് എന്തിനാണ് നിങ്ങൾ അപ്പം നുണ പറഞ്ഞത് എല്ലാവരും കൂടെ ചോദിക്കുന്നത് സംസാരിക്കുന്നതൊക്കെയും കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ ലാലേട്ടൻ വന്നിട്ട് ചോദിച്ചത് സീക്രട്ട് ടാസ്കിനെ കുറിച്ചാണ്. എന്താണ് ഷാനവാസ് ഒരു ടാസ്ക് തരുമ്പോൾ എല്ലാം ഇങ്ങനെ കൊളാക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ലാലേട്ട, സീക്രട്ട് ടാസ്ക് എന്ന് വെച്ചാൽ എനിക്കറിയില്ല, എന്താണെന്ന് എനിക്കറിയില്ല, ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, ഞാനൊരു എപ്പിസോഡ് പോലും ഈ ബിഗ് ബോസിൻ്റെ ഞാൻ കണ്ടിട്ടില്ല, കുറേ വരുന്ന ഷോർട്സുകളും ബൈറ്റ്സുകളും ഒക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ, എപ്പിസോഡൊന്നും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് സീക്രട്ട് ടാസ്കിനെ കുറിച്ച് അറിയില്ല എന്നൊക്കെയാണ് പറയേണ്ടത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് എന്തിനാണ് അക്ബർ അയാളെ വിളിച്ചത്, വേറെ നിവീനെ വിളിക്കായിരുന്നു അനീഷിനെ വിളിക്കായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ അയാളെ തന്നെ സജഷൻ ചെയ്ത് വിളിക്കണമെന്ന് നിർബന്ധം ആക്കിയത്, ഒരു ഗെയിം കുളമാക്കാൻ PhD എടുത്ത ആളാണ് അയാൾ എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസിനെ പറയുന്നതാണ്. അപ്പോൾ അക്ബർ പറയണത് എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ ലാലേട്ട ഒരു ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കുന്നു ഞാൻ വിചാരിച്ചു, ഇയാളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല, കുറച്ചെങ്കിലും സെൻസ് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്, ഇപ്പോൾ എല്ലാവരും ഇല്ലയെന്ന് മനസ്സിലായി, ഇപ്പോൾ എനിക്ക് മനസ്സിലായി നാട്ടുകാർക്കും മനസ്സിലായി എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഏത് ഗെയിമാണ് ഞാൻ കൊളാക്കിയത് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അതിപ്പോൾ ഞാനല്ലല്ലോ അവിടെ ഇരിക്കുന്ന ആൾക്കാർ തന്നെ പറയണ്ടല്ലോ, അവരോട് തന്നെ ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് ലക്ഷ്മിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഏത് ടാസ്ക്കാണ് കൊളാക്കിയത്, ലക്ഷ്മി പറഞ്ഞു കൊടുക്കുക പറയുമ്പോൾ ഫാക്ടറി ടാസ്കിനെ കുറിച്ചിട്ടൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഒരു ക്യാരക്ടർ പിടിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, ആ ക്യാരക്ടറിൽ എടി പോടി എന്നൊക്കെ സ്ത്രീകളെ വിളിക്കും, ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ സ്ത്രീകളെ വിളിക്കാറില്ല, സോ ഇവിടെ നിൽക്കുമ്പോൾ ആ ക്യാരക്ടർ എന്താണോ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ, ആ കാര്യമൊക്കെ ലക്ഷ്മി പറയണ്ടായിരുന്നു. എന്നിട്ട് സീക്രട്ട് ടാസ്ക് എങ്ങനെയാണ് കൊളാക്കിയത് എന്നുള്ള രീതിയിലൊക്കെ എന്ന വീഡിയോ ഒക്കെ അവിടെ ഇട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ലാലേട്ടൻ എന്നിട്ടാണ് ചോദിക്കേണ്ടത് അനീഷിനെ എന്തുകൊണ്ട് വിളിച്ചില്ല, നിവീനെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരെയും പറയേണ്ടത് അനീഷിനെ വിളിച്ചു കഴിഞ്ഞാൽ അനീഷ് ഏട്ടനെ ഒരു ഗെയിം എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നീ നിൻ്റെ പണി നോക്കി പോടാ എനിക്കറിയാം എന്ത് ചെയ്യാൻ എന്ന് അനീഷിന് മറുപടി ഉണ്ടാവും. പിന്നെ നിവീനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിവീന് എന്ന് പറഞ്ഞിട്ടൊരു ചാടലുണ്ടല്ലോ അത് അവിടെ കാണിക്കും, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. കൂടുതൽ എക്സ്പ്രഷൻ ഇട്ട് എല്ലാവരും അറിയും എന്ന് വിചാരിച്ചിട്ടാണ് ഷാനവാസ് ഖാനെ വിളിച്ചത്. സോ ഷാനവാസ് ഖാൻ അത് കൊളാക്കി തന്നു എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇപ്പം മനസ്സിലായോ ടാസ്ക് എന്ന് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ലാലേട്ട അതിപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ വിചാരിച്ചു എന്നെ ട്രാപ്പിലാക്കാനാണ് എന്ന് വിചാരിച്ചു, എനിക്കിട്ട് പണി തരാൻ എന്തോ കരുതിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചത്, എനിക്കറിയില്ല സീക്രട്ട് ടാസ്കിനെ കുറിച്ചിട്ട്. അപ്പം അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കട്ടെ, അമ്മേനെ വിട്ടിട്ടും പിന്നെ അവർ കഴിച്ച കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ട് സത്യം ചെയ്യുകയും ഇത് ചെയ്യുകയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് എന്താ അതങ്ങനെ മനസ്സിലായില്ല, നിങ്ങൾ എന്ത് കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം
ഷാനവാസ് പറയുന്ന കാര്യം ഏതാണെന്ന് വെച്ചോ, ഫസ്റ്റ് ടാസ്ക് ഉണ്ടായിരുന്നു പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞിട്ട്. ആ ടാസ്കിൽ ഷാനവാസ് ഉറങ്ങിക്കിടക്കുമ്പോൾ എടുത്ത് മാറ്റാൻ ശ്രമിച്ചു എന്നാണ് ഷാനവാസിന് പറയുന്നത്. അപ്പോൾ അവിടെ മുതൽ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയതാണ് ഇവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പറയുന്നത്. അപ്പോൾ അക്ബർ പറയുന്നത് ഒരു ഗെയിം എന്താണെന്ന് മനസ്സിലാക്കാണ്ടാണ് ഇവർ സംസാരിച്ചത്. ആ ടാസ്ക് എങ്ങനെയായിരുന്നു വെച്ചാൽ ആ പുകഞ്ഞ കൊള്ളി ടാസ്കിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അക്ബർ ഇതൊക്കെ പറയുന്ന സമയത്ത് ഷാനവാസ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കൈ പൊക്കി ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് അവിടെ ഇരിക്കൂ ഷാനവാസ്, ഒരാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്താ സംസാരിക്കണമെന്ന് എങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ അപ്പം തന്നെ ഷാനവാസിനെ വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്താ നിവിൻ വിഷമം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ലാലേട്ട. നിവിൻ പറയുന്നുണ്ട് അതേ ലാലേട്ട, ഇവർ ഫുഡ് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്പേസ് പോയി, അതിനുള്ള ഒരു സ്പേസ് പോയി എന്നാണ്. കാരണം ഞാൻ കൺഫെഷൻ റൂമിൽ പോയപ്പോൾ തന്നെ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു സീക്രട്ട് ടാസ്ക് ഉണ്ടെങ്കിൽ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ എന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് 9 കോയിൻ തന്ന ആൾക്ക് കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ആര്യൻ അങ്ങനെ ഒരു മറുപടിയൊക്കെ അവിടെ പറയണത്. ആണ് ആര്യൻ വീണ്ടും എഴുന്നേറ്റ് നിന്ന് പറയേണ്ടത്. നിവിൻ തന്നെ ഇവിടെ പറയാറുണ്ട് എന്നെ നിങ്ങൾ ആരും വിശ്വസിക്കരുത്, എനിക്ക് ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്, നിങ്ങളെ ജയിപ്പിക്കാനോ നിങ്ങളെ ഗെയിം കളിക്കാനോ അല്ല വന്നിരിക്കുന്നത് നിവിൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും എന്നൊക്കെ ആര്യടയിൽ ലക്ഷ്മി പറയുന്നുണ്ട്. അക്ബർ മനഃപൂർവ്വമാണ് ഷാനവാസിനെ കൊളാക്കാൻ വേണ്ടിയിട്ട് വിളിച്ച പോലെയാണ്. കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് ഒരു ശുദ്ധനാണ്, എത്രയും പെട്ടെന്ന് അങ്ങനെ ടാസ്ക് മനസ്സിലാക്കുന്ന ആളൊന്നുമല്ല, അത് അക്ബറിനെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ടാസ്ക് കൊളാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഷാനവാസിനെ വിളിച്ചതാണ്. ഷാനവാസിനെ ഒരു ഇതിലൂടെ ഷാനവാസിനെ എക്സ്പോസും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് അക്ബർ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് ഇതൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോഴേക്കും ഷാനവാസിന് അങ്ങോട്ട് ഭയങ്കര സന്തോഷമായി. കാരണം ഷാനവാസ് തനിക്ക് വരുന്ന അമ്പ് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എങ്ങനെ എറിയാം എന്ന് നോക്കി നടക്കുന്ന ആൾക്കുള്ള ഒരു ആയുധം ഇപ്പോൾ ലക്ഷ്മി എടുത്ത് കൈ കൊടുത്ത പോലെയാണ് തോന്നിയത്. സോ ഇത് നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്മി പറയുന്ന പല കാര്യങ്ങളോടും യോജിക്കാൻ പറ്റില്ല, ചില കാര്യങ്ങളോട് മാത്രമേ യോജിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്താണ് അനുമോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും അല്ല അക്ബറും ഷാനവാസും സംസാരം തുടങ്ങണം. അപ്പം ഷാനവാസിന് കിട്ടിയല്ലോ ഒരു സാധനം കിട്ടിയില്ല, അപ്പോൾ അത് അക്ബറിൻ്റെ തലക്ക് അടിച്ചേൽപ്പിക്കണമല്ലോ. സോ അത് തുടങ്ങുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, അനുമോൾ പറയുന്നുണ്ട് ലാലേട്ടൻ എനിക്കൊന്നും കേൾക്കുന്നില്ലവരിവിടെ സംസാരിച്ചിട്ട് എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിക്കും ഞാൻ പോകുന്നുണ്ട്. ലാലേട്ടൻ പോകുന്നുണ്ട്, ബ്രേക്കിന് പോകുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ അപ്പോൾ ബ്രേക്കിൻ്റെ സമയത്ത് വീണ്ടും അപ്പോൾ ലാലേട്ടൻ പോയ സമയത്ത് ഷാനവാസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലക്ഷ്മിനോട് താങ്ക്സ് പറയുന്നു, ഹഗ് പറയുന്നു. എന്തിനാണ് ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ജയിൽ ടാസ്കിലാണെങ്കിലും നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് ലക്ഷ്മി ഒരുപാട് ഷാനവാസിനെ പുകഴ്ത്തി പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും പുകഴ്ത്തി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എന്തൊക്കെ കാണാൻ കിടക്കുന്നുണ്ടോ എന്തിനാണെന്ന് അറിയില്ല. അതിനുശേഷം അപ്പോൾ അക്ബറിനോട് ഷാനവാസ് പറയുന്നുണ്ട് ഇപ്പം മനസ്സിലായി ഇതിൻ്റെ ചീപ്പ് ഗെയിമാണ്, ഇപ്പം മനസ്സിലാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിനെ ഒരാൾ നിന്നിട്ട് ഷാനവാസ് ചെയ്തത് മണ്ടത്തരമാണ്, ഗെയിം കൊളാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഷാനവാസ് അത് ഏൽക്കുന്നില്ല. ഷാനവാസിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഷാനവാസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ തലയ്ക്ക് എങ്ങനെ ആ കുറ്റം ഇടും എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ ബ്രേക്ക് കഴിഞ്ഞ് വന്നു. ഞാനിവിടെ അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് വീക്ക്ലി ഞാനിവിടെ വരുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കാനാണ്, നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ അവിടെ സംസാരിച്ച പോലെ, ഇനി ഇതുപോലെ മര്യാദ ഇല്ലാതെ കാണിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. എന്നിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട് ഷാനവാസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരാൾ സംസാരിക്കുമ്പോൾ ഒരാൾക്ക് സ്പേസ് കൊടുക്കാതെ എപ്പോഴും കൈപൊക്കിയിട്ടും സംസാരിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്നത് എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഷാനവാസിനോട് പറയും എല്ലാ ഗെയിമും ഇതുപോലെ കൊളാക്കിയിട്ട് ഞാൻ വലിയ മിടുക്കനാണ് എന്നുള്ള രീതിയിൽ ഷാനവാസ് ഇരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആര്യന് ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടല്ലേ ഗെയിം കൊളാക്കിയത് എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ഇല്ല ലാലേട്ട അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഷാനവാസ്. എന്നിട്ട് പിന്നെ ഷാനവാസ് പറയുന്നുണ്ട് അനുമോൾക്ക് കോയിൻ കൊടുക്കാതെ ഇരുന്നാണ് ഇവർ ഗെയിം കളിച്ചിട്ട്, അപ്പോൾ അതുപോലെ തന്നെ എനിക്കുള്ള പണി എന്തെങ്കിലും ആയിരിക്കും എന്നാണ് വിചാരിച്ചതെന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഓരോ ഗെയിം വരുമ്പോഴും ഓരോരുത്തർക്കും ഓരോരോ പ്ലാനിങ് ഉണ്ടാവും. ആ പ്ലാനിങ്ങിനെ മറികടന്ന് നമ്മൾ അവിടെ എത്തുക എന്നതാണ് നമ്മുടെ ഇത് വേണ്ടത്. അല്ലാതെ അത് എത്താൻ പറ്റിയില്ലെങ്കിൽ ആ ഗെയിമിനെ കോളാക്കുക എന്നുള്ളതല്ല എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ആർക്കുണ്ട് ഷാനവാസിനെ ഇതാക്കൽ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് ഫുള്ളും. ഫസ്റ്റ് ഒരു പോർഷൻ പോയത് അനീഷിൻ്റെ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാനവാസിനെ എടുത്തിട്ട് ഇതാക്കണം. കാരണം അത്രത്തോളം ഷാനവാസ് ഈ വീക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ആര്യനുമായിട്ടുള്ള വഴക്കിനെ കുറിച്ചിട്ടാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അമ്മനെ വിളിച്ചു എന്ന് തോന്നിയിട്ടാണ് നിങ്ങൾ വഴക്കുണ്ടാക്കിയത്, മാൻ ഹാൻഡിൽ ചെയ്യാൻ പോയതൊക്കെ ആ ഒരു ഇതിലാണ്. എന്താ നിങ്ങളാണ് എല്ലാവരും വിളിക്കുന്നത്, നിങ്ങൾ പിന്നെ അമ്മനെ വിളിക്കാറില്ലല്ലോ, എല്ലാവരുടെയും അച്ഛനല്ലേ വിളിക്കാറുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ
ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് സ്ത്രീകളോട് വളരെ സഭ്യമായ ഭാഷയിൽ സംസാരിക്കണം, നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ വളരെ തെറ്റാണ്, എത്ര പ്രാവശ്യം ഇത് പറഞ്ഞു തരിക എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അനീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് കൂട്ടുകാരനല്ലേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ എന്നുള്ള രീതിയിലൊക്കെ അനീഷിനോട് ചോദിക്കണം. അനീഷ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്, ഞാൻ വിളിച്ച് പറയാറുണ്ട്, സ്ത്രീകളോട് ഇങ്ങനെ സംസാരിക്കരുത്, അവർക്ക് കുറച്ച് ഇത് കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ അത് കേൾക്കാറില്ല എന്നൊക്കെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഷാനവാസ് ഇടയിൽ കയറി സംസാരിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും ഇത്ര വെപ്രാളം എന്തിനാണ്, എല്ലാവർക്കും സംസാരിക്കാനുള്ള സ്പേസ് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഷാനവാസ് ഇവിടെ വന്ന് സംസാരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ്, ഇല്ല ലാലേട്ടാ, വേണ്ട ലാലേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ എനിക്ക് പറയൂ എന്താണ് ചോദിക്കുമ്പോൾ പിന്നെ ലക്ഷ്മിനെ പോടിവാടി വിളിച്ച കാര്യങ്ങളൊക്കെയാണ് പറയുക. അപ്പം ഞാൻ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആര്യനുമായിട്ടുള്ള വഴക്കിനെ കുറിച്ചാണ്, നിങ്ങൾ പറയുന്നത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ, നിങ്ങൾ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആദിലനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ബ്രദർ അല്ലേ, നിങ്ങൾക്ക് ഇത്തിരി പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ, ആദിലനെ അടിച്ച കാര്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേദനിച്ചില്ലേ, അത് ഷാനവാസ് ആയതുകൊണ്ടല്ലേ നിങ്ങൾ വെറുതെ വിട്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളൊരു ഇതുള്ളത് കൊണ്ടാണ് വിട്ടത്, ആദില പറയുന്നുണ്ട്. അപ്പം മറ്റാരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ അതൊരു ഇഷ്യൂ ആക്കി തീർക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ആദില പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു ദേഷ്യം വരുന്ന സംഭവം ഒന്ന് കുറച്ച് കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, പെങ്ങളൂട്ടി കളിക്കാനല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത്, അതായത് സിസ്റ്റർ ബ്രദർ കോമ്പോ കളിക്കാനല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത്, എല്ലാവരും ഗെയിം കളിക്കാനല്ലേ വന്നിരിക്കുന്നത്, ആർക്കും ഒരു സ്പെഷ്യലൊന്നുമില്ല, എല്ലാവരും ഇവിടെ കണ്ടസ്റ്റൻസ് തന്നെയാണ്, എല്ലാവർക്കും വേണ്ടി കളിക്കുക തന്നെ വേണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അവിടെ പെങ്ങളൂട്ടിക്കാർക്ക് കീറുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം പിന്നെ ലാലേട്ടൻ ഷാനവാസിനെ വിളിച്ച് പറയുന്നുണ്ട്, ഷാനവാസ് ഇങ്ങനെയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഞാൻ ഒരു 7ന്റെ പണി ഷാനവാസിന് തരും എന്ന് പറയുമ്പോൾ, താങ്ക് യു ലാലേട്ടാ എന്ന് പറഞ്ഞിട്ട് എനിക്കിതാണ്, താങ്ക് യു ഒന്നും പറയണ്ട, പണി അങ്ങനെ താങ്ക് യു പറയാനാണെങ്കിൽ കുറേ താങ്ക് യു നിങ്ങൾ പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല ലാലേട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ദേഷ്യം കാണിക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കുഴപ്പമില്ല, കാര്യങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഇടയിൽ തന്നെ പറയുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത് എന്നൊക്കെ ലാലേട്ടൻ പറയുന്നത്. വളരെ മോശമായ ആറ്റിറ്റ്യൂഡാണ് ഷാനവാസ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. സോ ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടുണ്ടായിരുന്നു, എന്താ ഒരാളെ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഫസ്റ്റ് ആദ്യത്തെ ഒരു എപ്പിസോഡിൽ ആര്യൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഒരു പ്രാവശ്യം ആര്യൻ ചെയ്തോളൂ. പക്ഷേ ഈ എപ്പിസോഡിൽ 2-3 പ്രാവശ്യം ലാലേട്ടനെ റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെ ലാലേട്ടനോടും ദേഷ്യം വന്നിട്ട് പല്ല് കടിച്ച് വെച്ച് സംസാരിക്കുന്ന രീതിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാലേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനിയുള്ള ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ആ ദിവസങ്ങൾ നിങ്ങൾ നന്നായി കളിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം അപ്പോൾ ഷാനവാസ് അനീസ് എന്ന് പറയുന്നത്, ഇല്ല ലാലേട്ടൻ അന്ന് പറഞ്ഞതോടെ ഞാൻ വീട്ടുകാരെ വിളിക്കുന്ന കാര്യമൊക്കെ നിർത്തിയതാണ്, ഇനിയിപ്പോൾ പോടിവാടി വിളിക്കുന്നതും ഞാൻ നിർത്താം, അതന്ന് സാബുചേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് നിർത്തണമെന്ന്, ഇനി തീർച്ചയായും ഞാനത് നിർത്തും, ഞാൻ അത് ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മൈജി നടത്തിയ ഒരു കോൺടെസ്റ്റിൽ ജയിച്ച ഒരാൾക്ക് ലാലേട്ടനോട് ഇതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അതായത് നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെ ഒരു ആൾ വന്നിട്ട് ചോദിച്ചാണ്, ഒരു ലേഡി വന്നിട്ട് ചോദിച്ചാണ്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ തീർത്ത് എന്താണ് കൊടുക്കാതെ ഇരുന്നത്, അത് വളരെ മോശമല്ലേ എന്ന് ചോദിക്കണം. അതിന് ലാലേട്ടൻ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാ ഫുഡും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും വന്നാൽ അത് അവരുടെ ഗെയിമിനെ ബാധിക്കും, അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്, വന്നതിൽ വെച്ച് കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്, എല്ലാം കൂടെ കൊടുക്കരുത്, നമുക്കിവിടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നത്, നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഫുഡ് കൊടുക്കാനല്ലല്ലോ വീട്ടുകാരെ കാണുക എന്നുള്ള പ്രധാനമായിട്ടും വേണ്ടത്, അത് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ വീട്ടുകാരെ കാണിച്ചിട്ട് നോമിനേഷനാണ് കാണിക്കുന്നത്. നോമിനേഷനിൽ എല്ലാവരുടെയും നിർത്തിയതിനു ശേഷം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ആര് സേഫ് ആവണം എന്നാണ് അനീഷിന് താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, എനിക്ക് ഷാനവാസ് സേഫ് ആവണം എന്നാണ് താല്പര്യം, കുറച്ച് ദേഷ്യം ഉണ്ടെന്ന്. അങ്ങനെ ഷാനവാസിനെ കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേ ചോദ്യം തിരിച്ച് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, ഷാനവാസിന് ആരെയാണ് സേഫ് ആവണം എന്ന് താല്പര്യം ചോദിച്ചപ്പോൾ ഷാനവാസ് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അനുമോളെ എന്നാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് അനുമോളെ എന്ന് പറയുന്നത്, ഷാനവാസ് എന്തുകൊണ്ട് അനീഷിനെ പറഞ്ഞില്ല പറഞ്ഞപ്പോൾ, അല്ല ലാലേട്ട സോറി ലാലേട്ട അതെനിക്ക് പെട്ടെന്ന് പറ്റിപ്പോയി ലാലേട്ട, ഞാൻ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും ഒഴിച്ചിട്ട് ബാക്കിയുള്ളവരെ പറയാനാണെന്ന് വിചാരിച്ചത്, തീർച്ചയായും ഞാൻ അനീഷിനെ തന്നെ പറയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, എന്നാലും അത് ശരിയായില്ലല്ലോ എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് ലാലേട്ടൻ. അപ്പോൾ അവർ രണ്ടുപേരും സേഫായി, കാരണം ഇന്ന് നല്ല പൊരിക്കൽ കിട്ടിയത് അവർക്ക് രണ്ടുപേർക്കാണ്. സോ അതുകൊണ്ടാണ് തോന്നുന്നു ഫസ്റ്റ് അവരെ തന്നെ സേഫ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ലാലേട്ടൻ പോയി. അതിനുശേഷമാണ് നമ്മൾ ഫസ്റ്റേ പറഞ്ഞല്ലോ അതിലൂടെ നമ്മൾ സംസാരിക്കുന്നത്, ഈ പെൺകുട്ടി കാർഡ് കളയണം, ഇനി മുതൽ ഒറ്റയ്ക്ക് കളിക്കാൻ പോവാന്നൊക്കെ സംസാരിച്ചു എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ. അപ്പോൾ ആ കാര്യങ്ങളും കാണിച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് എൻഡ് ചെയ്തത്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.